ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്. ഞാൻ എന്ന് മാസ്റ്ററുടെ അടുത്ത് ചെന്നോ, 13 വർഷം മുന്നേ ഞാൻ മാസ്റ്ററുടെ അടുത്തേക്ക് പഠിക്കാനുള്ള വിദ്യാർത്ഥിയായി ചെന്ന അതേ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇന്നും ഞാൻ മാസ്റ്ററുടെ മുമ്പിലിരിക്കാറ്. അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള, എന്നെ പിടിച്ചു വഴി നടത്തിയിട്ടുള്ള ഓരോ വ്യക്തിയുടെ മുമ്പിലേക്കും ഞാൻ നടന്ന് ചെല്ലുന്നത് അങ്ങനെയായിരിക്കും. മാഷ് എപ്പോഴും പറയാറുണ്ട്, അത് കാലങ്ങൾ എനിക്കൊരു മാറ്റം വരുത്താറില്ല. അത് സംഗീതമായാലും പ്രശസ്തി ആയാലും എന്തായാലും ഞാൻ തന്നെയാണ്. ആ ചിന്തയോട് കൂടിയിട്ട് മാസ്റ്ററുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നത് ഒരു 17 വയസ്സുകാരനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്നും ചെല്ലുന്നത്. അല്ലാതെ എന്നെ കാലം വരുത്തിയ മാറ്റങ്ങളൊന്നും തന്നെ എന്നെ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മാഷക്ക് അത് തന്നെ ആയിരിക്കാം എന്നോടുള്ള ഇഷ്ടം എന്ന്. മാഷ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാഷ് ഒരുപാട് എന്നെ പഠിപ്പിക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. മാഷക്ക് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയം മാഷ് കണ്ടെത്തുന്നില്ല. പക്ഷേ ഞാൻ ചെല്ലുന്നെന്ന് പറഞ്ഞാൽ 2 മണിക്കൂറോളം എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ മാഷക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചർച്ചകളാണിപ്പോൾ രാഗങ്ങളുടെ സ്വഭാവങ്ങളും ശൈലികളും അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വർണ്ണക്കാഴ്ചകൾ എന്ന സിനിമയിലെ പട്ടു ചുറ്റി പൊട്ടും തൊട്ടെന്ന പാട്ട് പാലക്കാടിനുള്ള ഇഷ്ടം കാരണം കൊണ്ട്, പാലക്കാട് ഷൂട്ട് ചെയ്തൊരു പാട്ടായതുകൊണ്ട്, പാലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ചുള്ള പാട്ടായതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആ പാട്ടിലെ ശബ്ദം ദാസാറിൻ്റെയാണ്. പിന്നെ നമ്മുടെ ബാല്യകാലങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്റ്റേജിൽ ഒരു പാട്ട് കയറി പാടുന്നത് ദാസാർ പാടിയ ഒരു പാട്ടാണ്. അങ്ങനെ കാലഘട്ടങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ 10 വർഷം പുറകിലേക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുവത്തിക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടെങ്കിൽ അത് ഒരു കാര്യത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ, ദാസാറിൻ്റെ ശബ്ദത്തിന്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ. നമ്മുടെ ബാല്യം കൗമാരം എല്ലാം പിന്നിട്ട് നമ്മൾ കടന്നു വന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ്. ആ ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ആ ഒരു ആരാധന എന്നും, ആരാധനയ്ക്കാളൊക്കെ ഉപരി ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം അദ്ദേഹത്തിനോടുണ്ട്. എൻ്റെ ഒരു പാട്ട് അദ്ദേഹം പാടി, പിന്നീട് ഒരു റെക്കോർഡിങ്ങിന് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന് സ്റ്റുഡിയോയിൽ നിന്ന് പാടുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാനുള്ളൊരു സാഹചര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടി. അതൊരു എന്താ പറയുക, ഈശ്വരൻ നമുക്ക് തരുന്നൊരു അനുഗ്രഹം, അത് മാത്രമേ അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ പാടാനുള്ള തീരുമാനം സച്ചിയേട്ടനും ജോഷി സാറും കൂടി എടുത്തിട്ടുള്ള ഡിസിഷനായിരുന്നു അത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന ഒരു വലിയ താരം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ കഴിയുന്നതിൻ്റെ വലിയൊരു ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് വിശ്വസിച്ച് എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പാടിക്കാം എന്നുള്ളൊരു അവസരം മുന്നിൽ വന്നപ്പോൾ ഭയങ്കര ത്രില്ഡായിരുന്നു ഞാൻ. സിനിമയുടെ പൂജയുടെ അന്ന് തന്നെയായിരുന്നു റെക്കോർഡിങ്, വിസ്മയ മാക്സ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൂൾ, ഞാൻ കുട്ടിയും നിങ്ങളിവിടുത്തെ ടീച്ചറാണ്, ഞാൻ തെറ്റുകൾ മാത്രം പറയും, നിങ്ങളത് ശരിയാക്കിയെടുക്കണം. അത് പറഞ്ഞുകൊണ്ടേയിരുന്നു, എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ ഓരോ ടേക്ക്, ഒരു ജസ്റ്റ് ഓക്കെ ടേക്ക് വരുമ്പോൾ ഓക്കെ നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും, പറയും ഓക്കെ എന്ന് പറയും, അത് കളഞ്ഞോ അടുത്ത് പാടാന്ന് പറയും. എൻ്റെ ഫേസ് എക്സ്പ്രഷൻ നോക്കിയിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുന്ന ഒരു ടോൺ കിട്ടിയെന്ന് എൻ്റെ ഫേസിൽ വായിച്ചെടുത്തിട്ടാണ് അദ്ദേഹം ഓരോ, ഞാൻ പറയുകയല്ല, എൻ്റെ വാക്കുകൾ തൃപ്തിയില്ലെങ്കിൽ ആ വാക്കുകൾ ഒരു ടേക്ക്, ഒരു വരിയൊക്കെ ഒരു 25 പ്രാവശ്യമൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം, ഒരു വരി മാത്രം. അങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞ് പെർഫെക്റ്റ് ആക്കി പാടിയതിന് ശേഷം ആണ് സ്റ്റുഡിയോയിൽ നിന്ന് പോയത്. അത് കഴിഞ്ഞ് പാട്ട് കേട്ടിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ തന്നെ പാടിയതാണോ ചോദിച്ചു എൻ്റെ അടുത്ത്. അതിനുശേഷം മിക്സിങ്ങിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് കേൾപ്പിച്ചു. ഈ പാട്ട് അദ്ദേഹത്തെ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. എൻ്റെ വണ്ടിയിലിട്ടിട്ടാണ് കേൾപ്പിച്ചത്, ജോഷി സാറും ഞാൻ ലാൽ സാറും കൂടിയിട്ട്. അതിനുശേഷം ഞാൻ തിരിച്ചിവിടെ വന്നു. വൈകുന്നേരമായിപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്നുണ്ട്. ഞാൻ വേറെ ഫോണിൽ വേറെ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റിംഗ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു സാധാരണ ഒരു നമ്പറിൽ നിന്ന്. അത് കഴിഞ്ഞ് ആ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു മെസ്സേജ് വന്നു, ഇത്രയും മനോഹരമായ ഒരു സോങ്ങിന് വേണ്ടി താങ്ക്സ്, അനദർ മാജിക്കിന് വേണ്ടി നമ്മൾ വീണ്ടും കൂടും, മോഹൻലാൽ. ഞാൻ ആകെ സ്റ്റണ്ടായിപ്പോയി, ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ പോരാൻ തോന്നി, അതുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചതാണ്, നമ്മൾ അടുത്തൊരു മാജിക്കിന് വേണ്ടി വീണ്ടും കൂടും എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരു അദ്ദേഹം എന്നെ ആദ്യമായിട്ടാണ് ഒരു താരം അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പറയുന്നത്. ഇപ്പോൾ അനുപേട്ടൻ എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, ജേട്ടൻ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്നല്ലാണ്ട് ഞാൻ ചെയ്തൊരു പാട്ട് അദ്ദേഹം പാടി അത് വീണ്ടും അതേക്കുറിച്ച് നന്നായി എന്നുള്ള വാക്കുകൾ എന്നെ തേടിയെത്തുന്നതും ആദ്യമായിട്ടാണ്.